Hello, I'm Pro, the lucky mascot of Curry and Spices RanjusOwn. Keep watching. നമ്മളുടെ വീറ്റ് പറാട്ട ഇങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പം നമ്മളുടെ ആട്ട ഗോതമ്പ് പൊടി 2 കപ്പാണ്, 250 ml ഗ്ലാസിൻ്റെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് വെള്ളം ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്, ലൂക്ക് വാം വാട്ടറാണ്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടാനായിട്ട്. അപ്പോൾ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും കിട്ടും. ഇപ്പോൾ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം അത് കുഴയ്ക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എത്രമാത്രം വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ട് പറയാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ച് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്. പലവരുടെയും ചപ്പാത്തി ഡ്രൈ ആവണമെന്ന് പറയണത് വെള്ളം കുറയുമ്പം ഡ്രൈ ആവും. ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അതേപോലെ എപ്പോഴും കുഴയ്ക്കുമ്പം നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്കുന്നതിലും ഈ സോഫ്റ്റ്നെസ് വരും. ഇപ്പം തന്നെ ഈ ഡോയുടെ ടെക്സ്ചർ മാറി നന്നായിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. ചപ്പാത്തിക്കാണെങ്കിൽ ഇപ്പം എണ്ണയൊന്നും വേണ്ട, ഞാൻ എണ്ണയൊന്നും ഇടാറില്ല. കാരണം ചുടുമ്പം മാത്രം, അല്ലെങ്കിൽ ഫുൾക്കി ആണെങ്കിൽ അതും ഇല്ല, എണ്ണയും ഇല്ല. അപ്പം മാവിനകത്ത് ഞാൻ എണ്ണയും ഇടാറില്ല ചപ്പാത്തി ആണെങ്കിൽ. ഇത് ഇതേപോലെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്തോ നന്നായിട്ട് ക്ലോസ് ചെയ്ത് മിനിമം ഒരു 30 മിനിറ്റ്സ് വെക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെക്കാൻ പറ്റിയാൽ അത്രയും നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഒരിക്കലും കുഴച്ച പാട് ചപ്പാത്തി ഉണ്ടാക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടാണ് കിട്ടുക. അപ്പോൾ പൊറോട്ടയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണയൊന്ന് അതിൻ്റെ മുകളിലൊന്ന് തടവണുണ്ട്. ഞാൻ ഇതേപോലെ ഒരു കണ്ടെയ്നറാണ് എടുക്കണേ. അപ്പം അതിനകത്തേക്ക് നമുക്കൊന്ന് അടച്ച് നന്ന എയർ ടൈറ്റ് ആയിട്ടൊന്ന് വെക്കാം. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും വെക്കണം. അപ്പം അതിന് ശേഷം നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 1 കപ്പേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. 1 കപ്പിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഡൗ കിട്ടും. നമ്മളുടെ പൊറോട്ടയുടെ ഡോ ഒക്കെ കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഓരോ പൊറോട്ടയുടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. പൊറോട്ടയാകുമ്പോൾ കുറച്ച് വലുത്, നമ്മുടെ ചപ്പാത്തി മാവ് പോലെയല്ല, കുറച്ച് വലുതായിട്ട് തന്നെ ബോള് ആക്കണം. അപ്പം ഞാൻ കാണിക്കുന്ന മെഷർമെൻറ്റിൽ 5 പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പം പരത്താനായിട്ട് പൊടി ഞാനിവിടെ ഇപ്പം മൈദപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം അരിപ്പൊടി ആണെങ്കിലും അതല്ല ഗോതമ്പ് പൊടി തന്നെ, ആട്ട തന്നെ എടുക്കാം. ഞാൻ നോർമലി ചപ്പാത്തിക്ക് ഞാൻ മൈദയാണ് എടുക്കുക, കാരണം പെട്ടെന്ന് പരത്തി കിട്ടും. ഇപ്പം ഇതേപോലെ നന്നായിട്ട് തിന്നായിട്ടാണ് പരത്തിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അത് നെയ്യ് വേണമെന്നില്ല, നിങ്ങൾക്കിപ്പം എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നെയ്യാകുമ്പോഴാണ് പൊറോട്ടയ്ക്ക് ആ ടേസ്റ്റ് വരുള്ളൂ. അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഇനി ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കണം. സെൻറ്ററും സൈഡും എല്ലാം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം.
ഇനി നമുക്ക് പറാട്ട ഒന്ന് ചുട്ടെടുക്കാം. നെയ്യ് അല്ലെങ്കിൽ എണ്ണ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനകത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു, അകമൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റാം. അപ്പം അങ്ങനെ നമ്മളുടെ വീറ്റ് പൊറാട്ട ഇവിടെ റെഡി. ടൈം ഉള്ളപ്പം ഇതേപോലെ പരത്തി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കുക. ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഇടയ്ക്ക് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അതേപോലെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ചൂടോടുകൂടെ ചുട്ട് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.